നമ്മുടെ നാട്ടിലെ കോക്കനട്ട് ഓയിലിനെ ചവിട്ടി അരച്ച് തേച്ചിട്ട് സൺഫ്ലവർ ഓയിലിനെ ഈ നാട്ടിൽ കൊണ്ടുവന്നാണ് ഇവിടെ. ശരിക്കും ഈ നാട്ടിലുണ്ടായ ദുർമരണങ്ങൾ മുഴുവൻ ഉണ്ടായത് സൺഫ്ലവർ ഓയിലിൽ നിന്നാണ്. നമുക്ക് അതിലേക്ക് അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 1940s ഈ ഓയിൽ ഇൻഡസ്ട്രി പെയിന്റുമായിട്ട് മെർജ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ചുമലടിക്കുന്ന പെയിന്റിന് ഒരു ഇമൾസിഫയർ പോലെ ആക്ട് ചെയ്തിരുന്നതാണ് ഈ ഓയിൽസ് എല്ലാം. അതിലേക്ക് അവർ വേറൊരു മോളിക്യൂൾ കണ്ടുപിടിച്ചപ്പോൾ ഇവന്മാർക്ക് പണിയില്ലാതായി. ഇതാണ് അതിന്റെ ഹിസ്റ്ററി. മനുഷ്യനെ കൊണ്ട് അപ്പോൾ അവരൊരു സ്റ്റഡി കണ്ടെത്തിയതാണ് സൺഫ്ലവർ ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുന്നു. മതി, ഇത് രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്തിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കുക. കൊളസ്ട്രോൾ കുറച്ചാൽ ഹാർട്ട് ഡിസീസ് വരുന്നില്ല. ഇതാണ് അതിനകത്തേക്ക് ഹിസ്റ്ററി. 1940s തുടങ്ങിയ ഒരു പ്രൊപ്പഗണ്ട. നൗ ഇറ്റ് ഈസ് ഇൻ എ പീക്ക് സ്റ്റേജ്. നമ്മുടെ പാവം കോക്കനട്ട് ഓയിലിനെ ചവിട്ടി തേക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ളവരോട് എല്ലാവരോടും ഞാൻ കഴിക്കാൻ പറയുന്ന ഒരു റെസിപ്പിയുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക, കോക്കനട്ട് ഓയിൽ 2 ടീസ്പൂൺ, വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ ആണെങ്കിൽ ബെസ്റ്റ്. ഇതൊന്നുമില്ല, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഒരു ആപ്പിൾ സിഡർ വിനീഗർ, അസറ്റിക് ആസിഡ്, ഇത് മൂന്നും ഒരല്പം സോൾട്ട് വിട്ട് ഡെയിലി നിങ്ങൾ എടുക്കുക. ദിസ് ഈസ് ഗട്ട് റിപ്പയർ. സോൾട്ട് എടുക്കണം. ഈ പലപ്പോഴും ഉറക്കമില്ലാത്തവരിൽ ഞാൻ സോൾട്ട് കൊടുത്ത് ഉറക്കിയിട്ടു. ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നവർ, രാത്രി ഇറങ്ങി 2-3 പ്രാവശ്യം നൊക്ചൂറിയ എന്ന് പറയും, 2-3 വട്ടം യൂറിൻ പോകേണ്ടവരിൽ ഇഫ് യു ഗീവ് ഒരു 1/2 ടീസ്പൂൺ ഓഫ് സോൾട്ട്, അവർക്ക് ഈ യാത്ര കുറച്ച് ഉറക്കാൻ പറ്റും. ബിക്കോസ് ഇതൊക്കെയാണ് ബേസിക് സയൻസ്. സോഡിയം ഒരു മസ്റ്റാണ്, അത് യൂട്ടിലൈസ് ചെയ്യണം. ഗ്ലൂക്കോസ് ഒരു മസ്റ്റാണ്, അത് യൂട്ടിലൈസ് ചെയ്യണം. എസ്പെഷ്യലി തൈറോയ്ഡ് പേഷ്യൻസിന് പ്രോട്ടീൻ, ഷുഗർ, സോഡിയം, ഇത് മൂന്നും